എളുപ്പത്തിലൊരു മോരുകറി ഉണ്ടാക്കാം. മോരുകറി ഞാൻ ഉണ്ടാക്കുന്നത് നെല്ലിക്ക വെച്ചിട്ടാണ്. ഇപ്പം നെല്ലിക്ക പുളിശ്ശേരി എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ നെല്ലിക്ക മോരുകറി എന്ന് വേണമെങ്കിലും പറയാം. ഇതൊരു നാടൻ കറിയാണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്ക ആദ്യം വേവിച്ചെടുക്കാൻ പോവുകയാണ്. കുക്കറിൽ കുറച്ച് നെല്ലിക്ക ആദ്യം വേവിച്ചെടുക്കണം. ഇവിടെ കിട്ടുന്നത് നെല്ലിക്ക ഫ്രോസൺ ആണ്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ഇതുപോലെ ഞാനിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ച നെല്ലിക്കയാണിത്. അപ്പോൾ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയൊക്കെ കിട്ടുവാണെങ്കിൽ നാട്ടിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ നെല്ലിക്ക ഞാനൊരു 6 നെല്ലിക്ക ഇതുപോലെ സൈസുള്ള ഒരു 6 നെല്ലിക്ക വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച ശേഷം ഈ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കുവാണ്. അപ്പം ഈ വെള്ളവും നമുക്ക് ആ മോരുകറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യാം, കളയൊന്നും വേണ്ട. അപ്പം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1 വിസിൽ ഇട്ടാൽ മതി. 1 വിസിലിൽ തന്നെ ഈ നെല്ലിക്ക വെന്തോളും. അപ്പം നമുക്കിതൊന്ന് ഇപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഞാൻ നെല്ലിക്ക എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നെല്ലിക്ക വേവിച്ച വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഈ നെല്ലിക്കയിൽ നിന്ന് ഈ അരി മാറ്റണം. അരിയെല്ലാം മാറ്റിയ ശേഷം നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് അടിച്ചെടുക്കണം. ചെറിയ ചൂടുണ്ട്. ഇതുപോലെ എല്ലാ നെല്ലിക്കയുടെ അരി നമുക്ക് മാറ്റാം. അപ്പം നെല്ലിക്കയുടെ രുചി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് 6 നെല്ലിക്കയല്ല, ഇനിയും വേണമെങ്കിൽ നെല്ലിക്ക ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ നെല്ലിക്കയുടെ അരിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മോര് കറിക്ക് കുറച്ച് അരപ്പ് കൂടെ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 മുറി തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകിന് വലിയ എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ചേർത്തത്. അപ്പോൾ ഇതിനകത്ത് ആകെ എരിവെന്ന് പറയാൻ ഈ പച്ചമുളക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മോര് കറിക്ക് കുറച്ച് പച്ചമുളക് അധികം ചേർക്കാവുന്നതാണ്. ഇനി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുവാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുവാണ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് തൈരാണ്. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. അപ്പോൾ ഒട്ടും പുളിപ്പില്ലാത്ത തൈര് ഞാൻ കുറച്ച് ചേർക്കുവാണ്. ഇപ്പോൾ ഒരു 2 വലിയ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നെല്ലിക്കയാണിത്. ഇനി ഇത് ആ നെല്ലിക്ക വേവിച്ച ആ വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കണം. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. അപ്പം നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ അഥവാ ഇത് അരപ്പ് കട്ടിയായി തോന്നുന്നെങ്കിൽ നമുക്ക് കുറച്ച് തൈരോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പം മോര് കറിയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ മോര് കറിക്കുള്ളത് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കടു പൊട്ടിച്ച് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ മൺചട്ടിയാണ് വെച്ചേക്കുന്നത്. മൺചട്ടിയിൽ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ മൺചട്ടി അടുപ്പിൽ വെച്ചൊന്ന് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതായത് നമുക്ക് കടുക് പൊട്ടിക്കാൻ മാത്രം ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക.
ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകണം. അപ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് വെളിച്ചെണ്ണ ചൂടാകാൻ കുറച്ച് സമയം എടുക്കും. അപ്പം വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ നമ്മൾ കടുക് ഇട്ട് കൊടുക്കാവൂ. കാരണം കടുക് നന്നായിട്ട് പൊട്ടണം, ഇല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോവും, പൊട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ നന്നായി വെളിച്ചെണ്ണ ചൂടായ ശേഷം മാത്രമേ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3 വറ്റൽമുളക് അതിലേക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മോര് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മോര് ഒഴിച്ച ശേഷം നമ്മൾ ഇതിനി തിളപ്പിക്കാൻ പാടില്ല. നമ്മളെല്ലാം ഇങ്ങനെ ഒന്ന് ഇളക്കിയ ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യണം. കാരണം ചെറുതായി ഒന്ന് ചൂടാകാനേ പാടുള്ളൂ. ഇത് തിളച്ചു പോകരുത്. തിളച്ചു പോയാൽ അത് നമ്മുടെ തൈര് പിരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം നമുക്കത് തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ചൂടായെന്ന് മനസ്സിലാവും. അതുമല്ല മൺചട്ടി ആകുമ്പോൾ കുറച്ചുകൂടെ ഇരുന്ന് ചൂടായിക്കോളും. അതുകൊണ്ട് തീ ഇനി ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഈ സമയം നിങ്ങൾ നോക്കിയിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.